വ്ളോഗോസ്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രേറ്റ് ബാക്ക്യാർഡ് ബേഡ് കൗണ്ട് അഥവാ GBBCയുടെ മൂന്നാമത്തെ ദിവസത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്കും സ്വാഗതം. പക്ഷി മാമാങ്കം സീസൺ 2 സ്വാഗതം. ഞാൻ രാവിലെ ആനക്കയം വയനക്കാവ് ഏരിയയിലേക്ക് ഒന്ന് കറങ്ങിയതിന് ശേഷം വീട്ടിൽ പോയി ഫുഡും കഴിച്ചിട്ട് നമ്മൾ നേരത്തെ ഒരു എണ്ണപ്പനത്തോട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ ഒരു വീഡിയോയിൽ. ഇവിടെ കലയന്താനി വെട്ടിമറ്റത്തിനടുത്തുള്ള എണ്ണപ്പനത്തോട്ടം, അതിനിപ്പുറത്തുള്ള ഒരു പ്രദേശമാണിത്. ഒരു തേക്കിൻകൂപ്പ് നമ്മൾ ഇവിടെ വന്ന് ബേഡിങ് ചെയ്തിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ GBBCയിൽ ഇവിടെ വന്നിട്ടുള്ളതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മഞ്ഞപ്പെടലി മരംകുത്തി എന്ന് പറയുന്ന ലെസർ യെല്ലോ നേപ്പിനെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഓർത്തിട്ട് ഞാൻ ഇങ്ങ് വന്നതാണ്. വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരൻ മുകളിലൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. ഇത് GBBC ആയതുകൊണ്ട്, ബേഡ് സർവേ ആയതുകൊണ്ട് മാക്സിമം പക്ഷികളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അതുകൊണ്ട് ചിലപ്പോൾ ഷൂട്ട് ചെയ്ത് നിൽക്കാൻ പറ്റണമെന്നില്ല. ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ GBBCയുടെ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. അപ്പോൾ സംഭവം എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഒരുപാട് പക്ഷികളെ കാണാൻ പറ്റണമെന്നില്ലെങ്കിൽ ഞാൻ കാണുന്നതിനൊക്കെ കാണിച്ചു തരാം. പക്ഷേ നമ്മൾ ഓട്ടത്തിലാണ് എന്നും മനസ്സിലാക്കുക. നമുക്കിനി അടുത്തടുത്ത സ്ഥലങ്ങളിൽ പോയി പുതിയ പുതിയ പക്ഷികളെ ഈ 4 ദിവസത്തിനുള്ളിൽ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇന്ന് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ നോക്കാം. നമ്മൾ കഴിഞ്ഞ നവംബറിലോ ഡിസംബറിലോ എങ്ങാണ്ടായിരുന്നു നമ്മുടെ ഈ സ്ഥലത്ത് ലാസ്റ്റ് വീഡിയോ ചെയ്ത്. അന്നേരം എന്ത് പച്ചപ്പായിട്ട് എന്നായിരുന്നു. ഇതിപ്പോൾ കണ്ടില്ലേ ഉണങ്ങി നിൽക്കുന്നത്. അതാണ് ഒരു സീസൺ അനുസരിച്ചുള്ള വ്യത്യാസം. ഇപ്പോഴാണെങ്കിൽ നമുക്കിങ്ങനെ ശബ്ദമില്ലാതെ നടക്കാനും പറ്റില്ല. കിരികിരി എന്നിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. കഴിഞ്ഞ 2 ദിവസങ്ങളിലും നട്ടുച്ചയ്ക്ക് വെയിൽ കൊണ്ട് നടന്നതുകൊണ്ട് പിന്നെ ഇന്ന് വിചാരിച്ചു ഇങ്ങനെ കുറച്ച് മരങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് വരാമല്ലോ എന്ന് ഓർത്തു ഇന്ന്. പക്ഷേ ഇവിടെയും നല്ല വെയിലാണ് കേട്ടോ, നല്ല ചൂടാണ്. അതുകൊണ്ട് ഞാൻ ഓർക്കുന്നു, എനിക്ക് ശരിക്കും കിട്ടേണ്ട 2 ഐറ്റംസ് ഇവിടെ നിന്ന് കിട്ടി. ലെസർ യെല്ലോ നേപ്പ് കിട്ടി, ഫോക്ടെയിൽ ഡ്രോങ്കോ കുക്ക് കിട്ടി. പക്ഷേ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. നമുക്ക് ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു സ്ഥലം കൂടി ഉണ്ട്. നേരത്തെ പഴയ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അവിടെയും കൂടെ ചുമ്മാ നടന്നു നോക്കാം. എനിക്ക് നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ കൊള്ളാമായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞ് ചിലപ്പോൾ ഞാൻ അമരങ്കാവിലും കൂടെ പോകും. അവിടെയും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വരുന്ന വഴിക്ക് ഇടവട്ടി വനത്തിൻ്റെ അവിടെ ഒന്ന് നിർത്തി ഒന്ന് ശ്രദ്ധിച്ചിട്ടാണ് വന്നത്. പക്ഷേ അവിടെ അധികം ബേഡ്സിൻ്റെ ആക്ടിവിറ്റി ഒന്നും കാണുന്ന പോലുമില്ല. ഈ ഒരു സമയമായതുകൊണ്ടായിരിക്കണം, ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ടായിരിക്കണം, അറിയത്തില്ല. നോക്കാം കുറച്ചുകൂടെ പക്ഷികളെ കിട്ടുമെന്ന്. ഇല്ലെങ്കിൽ ഇതൊരു ബോറ് വ്ളോഗായി പോകും. ഞാൻ മാക്സിമം ഇങ്ങനെ ഒന്നും കിട്ടാത്ത സിറ്റുവേഷൻസ് നിങ്ങളെ കാണിക്കാതെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോ തുടങ്ങിയിട്ട് പിന്നെ ഒന്നും കിട്ടുന്നില്ലല്ലോ. തൊട്ടപ്പുറത്ത് അവിടെ നിന്നൊക്കെയാണ് ബേഡ്സിൻ്റെ കുറച്ച് ഒച്ചകളൊക്കെ കേൾക്കാം. അവിടെ നിന്ന് പോയി നോക്കാം. കോമൺ ആയിട്ടുള്ള പല പക്ഷികളെയും കാണാറുണ്ട്, ശബ്ദങ്ങളും കേൾക്കാം. പക്ഷേ അതിനെയൊക്കെ നമുക്ക് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഓൾറെഡി കിട്ടിയതാണ്. ഈ കാണുന്ന ഒരു നാട്ടിലെ കിളി അഥവാ ജഡൻസ് ലീഫ് ബേഡ് ആണോ എന്നൊക്കെ ആദ്യം സംശയിച്ചു. പക്ഷേ അത് പ്രായപൂർത്തിയാവാത്തൊരു കാട്ടിലെ കിളിയായിരുന്നു, ഗോൾഡൻ ഫ്രണ്ടഡ് ലീഫ് ബേഡ്. എന്തായാലും ഇപ്പുറ സൈഡിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് സ്മോൾ മിനിറ്റിനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ കിട്ടിയെന്ന് പറയാനേ പറ്റുള്ളൂ, കാണിക്കാൻ എനിക്ക് കിട്ടിയില്ല. ഇവിടുത്തെ ഈ മരങ്ങളുടെ ഈ പൊക്കവും ഡെൻസിറ്റിയും കാരണം പക്ഷികളെ ഷൂട്ട് ചെയ്യാൻ നല്ല പാടാണ്. അത്യാവശ്യം നല്ല ഉയരത്തിലാണ് ഈ മരങ്ങളെല്ലാം. ഒരുവിധപ്പെട്ട പക്ഷികളെല്ലാം മരങ്ങളുടെ മേലെ ആയതുകൊണ്ട് കാണാനും പാടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവയെ കാണാതെ തന്നെ ശബ്ദം കൊണ്ട് സ്പോട്ട് ചെയ്യാൻ ശ്രമിക്കും. ഇവിടെ വന്ന് 3 GBBC അഡീഷൻസ് കിട്ടി. പക്ഷേ നിങ്ങളെ കാണിച്ചു തരാൻ പാകത്തിന് ഒന്നും തന്നെ വന്നിരിക്കുന്നില്ല. അതുമാത്രമല്ല ഈ അന്തരീക്ഷം, കാലാവസ്ഥ അതെല്ലാം ഭയങ്കര ചൂടൊക്കെയാണ്. അതുകൊണ്ടായിരിക്കണം പക്ഷികളൊക്കെ അങ്ങ് ടോപ്പിലൊക്കെയാണ് പല പക്ഷികളും നടക്കുന്നത്. ഇനി ഉള്ളതൊന്നും അടുത്തേക്ക് വരുന്നുമില്ല. ആരുമല്ല സൺബേഡ്. അങ്ങനെ ഉള്ളൊരവസ്ഥയായതുകൊണ്ട് ഞാൻ ഈ വ്ളോഗ് ചുമ്മാ ഇങ്ങനെ കത്തിയടിച്ച് കാണുന്ന സമയം കളയുന്നില്ല. നിർത്താൻ പോവല്ല, നോക്കട്ടെ. എന്തെങ്കിലും കാണുവാണെങ്കിൽ കാണിച്ചില്ലെങ്കിൽ നേരത്തെ പറഞ്ഞാലേ അമരങ്കാവിലേക്ക് പോകാം. പോകുന്ന വഴിക്ക് എനിക്ക് തോന്നുന്നു ഇടവട്ടി വനത്തിൽ ഒന്നുകൂടി നോക്കിയിട്ട് പോകാമെന്ന്. എനിക്ക് ബ്രൗൺ ക്യാപ്ഡ് പിഗ്മി വുഡ്പെക്കറിനൊന്നും കിട്ടിയിട്ടില്ല. ജസ്റ്റ് അവിടെ ഒന്ന് പോയി ഒബ്സർവ് ചെയ്ത് നോക്കാം. അവരൊക്കെ അവിടെ ഉള്ളതാണല്ലോ. നേരത്തെ കുറച്ച് മുമ്പത്തെ ഒരു ഇടവട്ടി വനം വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ, കണ്ടാൻ മരം കൊത്തി. അതാ
ഈ ചെന്തലയം വെയിലത്തത്തെ നമുക്ക് വാഗമണ്ണിൽ നിന്നും കുളമാവിൽ നിന്നും എല്ലാം കിട്ടിയതാണ്. ഇവിടെ വന്നാൽ എന്തായാലും കാണുമെന്ന് ഉറപ്പുള്ള അത്ര കോമൺ ആയിട്ടുള്ള ഒരു പക്ഷിയുമാണിത്. അവിടെ കുറച്ച് നേരം ഇവിടെ സ്റ്റേ ചെയ്തതിൽ ബലമുണ്ടായി. ബ്രൗൺ ക്യാപ്ഡ് പിഗ്മി വുഡ്പെക്കർ തണ്ടാൻ മരംകുത്തി അവിടെ നിന്ന് കരഞ്ഞു. നമുക്ക് ലിസ്റ്റിൽ കിട്ടി. സോറി, കാണിക്കാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല ഇതിൽ, എനിക്കറിയാം. പക്ഷെ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇടുന്നതാണ്. നമുക്ക് അടുത്ത വ്ളോഗ് അടിപൊളിയാക്കാൻ ശ്രമിക്കാം. പക്ഷേ ബേഡിങ് എങ്ങനെയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിലപ്പം നമുക്ക് പ്രതീക്ഷിച്ച സംഭവങ്ങൾ കിട്ടും. പക്ഷെ നമുക്ക് എപ്പോഴും ഫോട്ടോ എടുക്കാനൊന്നും പറ്റണമെന്നില്ല. ചിലപ്പം പ്രതീക്ഷിച്ച സംഭവങ്ങൾ കിട്ടുമില്ല. കഴിഞ്ഞ വ്ളോഗ് കണ്ടാൽ അറിയാം. നമ്മൾ ആദ്യമൊക്കെ വയനക്കാവ് ആനക്കയത്തൊക്കെ പോയി കുറച്ച് നല്ല രസമുള്ള പക്ഷികളെയൊക്കെ കണ്ടിട്ട് നമ്മൾ പ്രതീക്ഷിച്ച ഒരു സംഭവത്തെ കാണാൻ വേണ്ടി കാട്ടിക്കടയൊക്കെ വലിയൊരു ഉറുമ്പുകടിയും കൊണ്ടിട്ട് നോന്നു. അങ്ങനെയൊക്കെ സംഭവിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ വ്ളോഗും കൂടെ എൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇന്നത്തെ എൻ്റെ പ്ലാൻ അങ്ങ് ഏകദേശം തീർന്ന സ്ഥിതി തന്നെയാണ്. അത് കഴിഞ്ഞ് പിന്നെ എങ്ങോട്ട് പോകണം എന്നെനിക്ക് വലിയ പിടിയില്ല. ഇപ്പോൾ എന്തായാലും നമുക്ക് GVSലേക്ക് 4 അഡീഷൻ കിട്ടിയിട്ടുണ്ട്. അമരങ്കാവിലേക്ക് പോകുന്ന വഴിക്ക് തൊടുപുഴ ടൗണിൽ ചെല്ലുമ്പോൾ എനിക്ക് ഹൗസ് ഫാരോനെയും കൂടെ ഒന്ന് പൊക്കണം. ഹൗസ് ഫാരോ നമ്മുടെ അങ്ങാടി കുരുവി ഏതൊരു ലിസ്റ്റ് കയറ്റിയില്ല. അങ്ങനെയൊക്കെ ആണ് പ്ലാൻ. വ്ളോഗ് നിർത്തി പോകാമെന്ന് ഓർത്തപ്പോഴാണ് കേട്ടോ അതേ നല്ലൊരു സുന്ദരൻ വെണ്ണീലി വ്ളോഗ് കളർഫുള്ളാക്കാൻ വന്നിരിക്കുന്നത്. വന്നപ്പോൾ തന്നെ കാണാനും കേൾക്കാനും ഒക്കെ തുടങ്ങിയിരുന്നു. പക്ഷെ ക്യാമറയ്ക്ക് മുമ്പിൽ വരാതെ ഇങ്ങനെ പാഞ്ഞ് നടക്കുമായിരുന്നു പുള്ളിക്കാരൻ. ഒരു ആൺകിളിയാണ് കേട്ടോ. തലയിലെ കറുത്ത ഇത്തിരി തൂവല് കണ്ടില്ലേ, അതാണ് ആൺകിളിയുടെ ലക്ഷണം. വെണ്ണീലി അങ്ങ് പോയപ്പോഴേക്കും നമ്മൾ തേടി വന്നതും ഞാൻ മാത്രം ആദ്യം കണ്ടു എന്ന് പറഞ്ഞു കേട്ടുള്ള ഒരു മഞ്ഞപ്പെടലി മരം കൊത്തുന്നു. നല്ല ഹൈറ്റിലാണ് കേട്ടോ അത് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ അത്ര ക്ലിയർ ഒന്നും അല്ല. എന്നാലും അതിൻ്റെ ആ മഞ്ഞ പെടലി അഥവാ യെല്ലോ നെയ്പ്പ് നമുക്ക് കാണാം. ആ തലയ്ക്ക് പിന്നിലുള്ള ആ മഞ്ഞ തൂവലുകളില്ലേ, അതാണ് ആ പേരിന് പിന്നിൽ. എന്തായാലും പോകുന്നതിന് മുമ്പേ ക്യാമറ കിട്ടിയതിൽ സന്തോഷം. നിങ്ങൾക്ക് ഒന്ന് കാണാൻ പറ്റിയല്ലോ. മയിലിന് മാത്രമേ പീലി വിരിക്കാൻ പറ്റുള്ളൂ എന്ന് ആരാ പറഞ്ഞ്? കണ്ടോ, എനിക്കും പറ്റൂടാ എന്ന് പറഞ്ഞൊരു മഞ്ഞക്കിളി വന്നിരിക്കുന്നു. ദേശാടനക്കാരനായി എത്തിയതാണ് കേട്ടോ. കുറച്ച് മാസം കഴിയുമ്പോൾ കേരളം വിട്ടങ്ങ് പുള്ളിക്കാരൻ പോവും. ദേശാടനക്കാരനെ നോക്കി എന്നുകൊണ്ടാവോ നമ്മുടെ നാട്ടുകാരനായ അസുരക്കാടൻ പിണങ്ങി അങ്ങ് പറന്നുപോയി. ഇടപെട്ട് ഇനത്തിൽ നോക്കേണ്ട കാര്യമില്ല ഇനി, കാരണം എനിക്ക് ബ്രൗൺ ക്യാപ്ഡിനെ കിട്ടിയല്ലോ, തണ്ടാൻ മരംകുത്തീനെ. അതുകൊണ്ട് അവിടെ പോകാനുള്ള സമയം ഞാൻ എടുക്കുന്നില്ല. നേരെ അമരങ്കാവിലേക്ക് പോവുകയാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അതും അത്ര ഹാപ്പനിങ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കില്ല. അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാലും എങ്ങനെയൊക്കെയുള്ള പക്ഷികളായിരിക്കും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാണാൻ പാകത്തിനൊന്നും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അങ്ങ് എൻഡ് ചെയ്തേക്കാമെന്ന് വിചാരിക്കുകയാണ്. ഷൂട്ട് ചെയ്തുകൊണ്ട് മാത്രം ഞാനിത് ഇടുന്നു. ഇതിൻ്റെ അകത്ത് ഒരുപാട് പക്ഷികളുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ സാരമില്ല. നമ്മുടെ GVC വീഡിയോസ് കഴിഞ്ഞ വർഷത്തേതും പിന്നെ വേറെ കുറേ സർവേ വീഡിയോസും അല്ലാത്ത നല്ല രസമുള്ള വ്ളോഗുകളും എല്ലാം നമ്മുടെ ചാനലിലുണ്ട്. എല്ലാം കണ്ടു നോക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഇങ്ങനെയുള്ള വീഡിയോസ്, ഇങ്ങനെയുള്ളതല്ല മറ്റ് വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ട് അങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് അതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ ഈ GVCയുടെ ഭാഗമായിട്ട് തന്നെയായിരിക്കും. അത് ചിലപ്പോൾ ഇന്നായിരിക്കും, ചിലപ്പോൾ ഇന്നത്തെ പ്ലാൻ ഞാൻ നിർത്തിയിട്ട് ഇനി നാളെ ആയിരിക്കും എന്തെങ്കിലും ചെയ്യുന്നത്, അറിയത്തില്ല. ഒന്നും തീരുമാനിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിലും നമുക്ക് അടുത്തൊരു വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.